ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബഹുമാനപ്പെട്ട തോമസ് വടക്കേത്തല അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. എല്ലാ കാര്യങ്ങളിലും വ്യക്തതയും കൃത്യതയും പാലിച്ചുകൊണ്ട് തൻ്റെ അജപാലന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തോമസ് വടക്കേത്തല അച്ഛൻ. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ വികാരി അച്ഛനായിരുന്നതുകൊണ്ട് ഇടവകകളിൽ അച്ഛൻ ചെയ്തിട്ടുള്ള നവീനമായിട്ടുള്ള പുത്തൻ ഉണർവേകുന്ന പല പദ്ധതികളും ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായി ജന്മദിനങ്ങൾ വരുമ്പോഴും വിവാഹ വാർഷികങ്ങൾ വരുമ്പോഴും അവരെ ഓർക്കുവാനും ഓർത്ത് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരെ ആശംസിക്കുവാനും അത് പള്ളിയിൽ പരസ്യമായി തന്നെ അവർക്ക് ആശംസകൾ നേരാനും ഒക്കെ അച്ഛൻ സമയം കണ്ടെത്താറുണ്ട്. ധാരാളം ഡിഗ്രികൾ സ്വന്തമാക്കിയിട്ടുള്ള അച്ഛൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അറിവും വിജ്ഞാനവും എല്ലാം അച്ഛൻ്റെ ഓരോ പ്രസംഗങ്ങളിലും വളരെ വ്യക്തമായി ആവർത്തന വിരസതയില്ലാതെ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അച്ഛൻ്റെ ജീവിതത്തിലെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കിനി കാതോർക്കാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ഒരു പൗരോഹിത്യ ജീവിതം, അതിൻ്റെ നാൾവഴികളിൽ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും. അച്ഛൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ അപ്പൻ വറീദ് മാഷ് എന്ന് പറയും. അച്ഛൻ അപ്പം മരിച്ചുപോയി. അമ്മ ഇലിയാക്കുട്ടി, അമ്മയും മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 7 മക്കളാണ്. വലിയ കുടുംബമാണ്. വലിയ കുടുംബം. അന്നൊക്കെ 7 മക്കളൊന്നും അതിശയമില്ല. എൻ്റെ ഇടവക ആദ്യം പാലിയൂർ സെന്റ് തോമസ് പള്ളിയായിരുന്നു. അത് പിന്നെ തിരിഞ്ഞ് ഗുരുവായൂർ ഇടവക സെന്റ് ആൻഡി ചർച്ചായി. ഞാൻ 71 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. 71 ഡിസംബർ 17-ാം തീയതി പൗരോഹിത്യം സ്വീകരിക്കാൻ ആ ഒരു വൊക്കേഷനിലേക്ക് ഞാൻ കൊച്ചുനാളിലെ അൾത്താരയിൽ വളരെ കാര്യം പഠിച്ച ശുശ്രൂഷയായിരുന്നു. ഓൾട്ടർ ബോയ് ആയിരുന്നു. അത് തുടർച്ചയായിട്ട് സെമിനാരിൽ പോകുന്നവരുണ്ടായിരുന്നു. സെമിനാരിൽ പോകാൻ കാരണം തന്നെ എനിക്ക് ഒരു വലിയ ഇൻട്രസ്റ്റ് ഉള്ള അച്ഛൻ ഉണ്ടായിരുന്നു, ആന്റണി ജോൺ എന്ന് പറഞ്ഞിട്ട്. എന്നെ ഏറ്റവും ആകർഷിച്ചനാണ് അവിടുത്തെ വികാരിയച്ഛനായിരുന്നു. അപ്പൊ അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ ശുശ്രൂഷയും പരിഗണനയൊക്കെ വളരെ ഇഷ്ടമായത്. അതുകൊണ്ട് ഞാൻ 10 ക്ലാസ് കഴിയുമ്പോഴേക്കും സെമിനാരിൽ പോകാൻ തീരുമാനിച്ച് അങ്ങനെ ചെന്നു. മാതാപിതാക്കന്മാർക്കൊക്കെ ആർക്കും എതിർപ്പൊന്നുമില്ല, ആരും സന്തോഷം. ഞാൻ പള്ളിയിൽ അത്ര അടുത്ത് അപ്പനമ്മ എല്ലാവരും പള്ളിയിലാണ്. എല്ലാവരും സമയം പള്ളിയിലുണ്ടാവും. ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. ഞാൻ വീടും പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കാരും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ സെമിനാരിൽ പോകുമ്പോൾ ആലപ്പാട്ട് പിതാവായിരുന്നു അന്ന് സെമിനാരില് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അച്ഛന്മാരുണ്ടോന്ന് ചോദിച്ചു. അമ്മയുടെ ആങ്ങളുടെ മകൻ, അത് അച്ഛൻ്റെ മകൻ അച്ഛൻ്റെയായിരുന്നു, ബോനിഫസ് EMI. അത് പറഞ്ഞോടിക്ക് പിതാവ് ടിക്ക് ചെയ്തു. ഇനി ഒന്നും നോക്കണ്ട, അവനെ ടിക്ക്. ഒരു അച്ഛനുള്ള വീടല്ലേ. അപ്പൊ എന്തായാലും സെമിനാരിൽ വളരെ ഇഷ്ടമായിരുന്നു. വെച്ചാല് ആദ്യത്തെ 2 വർഷം മൈനസ് സെമിനാരിലായിരുന്നു. ഞങ്ങൾക്ക് പുണ്യ ശ്ലോകനായിട്ട് അച്ഛനുണ്ടായിരുന്നു, ആന്റണി മാളയിക്കുന്നുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് ജീവിക്കുന്ന ദൈവം പോലെ അത്രയും വലിയ മാതൃകയായിരുന്നു. പ്രാർത്ഥനയായാലും അതുപോലെ തന്നെ എല്ലാ കാര്യവും. ഇപ്പൊ റക്ടറച്ഛനെ നമ്മൾ പേടിപ്പിക്കൊന്നുമില്ല. അതിങ്ങനെ വളരെ കൊച്ചുമക്കളോട് പറയും, എടോ എന്ന് വിളിക്കുക, എടോ. അപ്പോൾ നമ്മളെങ്ങനെ എന്ത് പറ്റി കുറവുണ്ടായാലും എടോ സാരില്ല പൊട്ടപ്പെട്ടത്. ആകെ 2 കാര്യം നിർബന്ധമാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നൊരു അച്ഛൻ, എപ്പോഴും ഹാപ്പി. പിന്നെ പറയും എന്ത് തെറ്റ് പറ്റിയാലും ഉടനെ സോറി പറയാം. എന്ത് വലിയ അബദ്ധം പറ്റിയാലും വിഷമിക്കൊന്നും വേണ്ട. ഞാനാണ് സെമിനാറിൽ എനിക്ക് സാക്രിസ്റ്റിയുടെ ജോലി ഉണ്ടാകും, കപ്പ്യാരുടെ ജോലിയായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞ് കൊല്ലം അവസാനിക്കാനപ്പോൾ എന്നെ വിളിച്ചു ഒരു ദിവസം. എടോ, ഞാൻ കുറെ വഴക്ക് പറഞ്ഞത് എനിക്ക് വിഷമമുണ്ട്. എന്നെ വിളിച്ചു. അച്ഛാ, ഒരു വിഷമമില്ല, എന്നെ പരിശീലിപ്പിക്കണല്ലോ, എനിക്ക് വിഷമമില്ല. അച്ഛൻ കഥ ചോദിച്ചേനെ, വീട്ടിലാരുടെ ഏറ്റവും വഴക്കുണ്ടാവുമെന്ന് വെച്ചു. അതാ അപ്പം ഇതിലെല്ലാവരും വഴക്കുണ്ടാക്കുക. അതപ്പം തന്നെ തീരും. നമ്മൾ അച്ഛനും കപ്പിയാരാണ് ഏറ്റവും പള്ളിയിൽ വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് വഴക്കല്ലാതെ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. തനിക്ക് വിഷമമില്ലല്ലോ, ഒരു വിഷമമില്ല അച്ഛാ. അങ്ങനെ അച്ഛനെ വഴക്ക് പറഞ്ഞാലും കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഒന്നും വഴക്കൊന്നും പറയില്ല പുള്ളി, ഒന്നുമില്ല. അതായത് ഇപ്പൊ തിരി കത്തിച്ചത് ചെറുതായി പ്രകാശം കുറഞ്ഞാല് തിരി ശരിക്കും വെച്ചില്ല, അതിനർത്ഥം എന്താ പറയുക, വിളക്ക് കത്താഞ്ഞെന്ന് ശരിക്കുന്നത്. മെഴുതിരി കത്തി ഒരിച്ചു കഴിഞ്ഞാൽ എന്താണ് മെഴുതിരി ശരിയാക്കാൻ പറ്റിയില്ല. പൂ വെച്ചത് 1 ഇഞ്ച് നീങ്ങിയാൽ അതെന്താ ഒരു
പറഞ്ഞ് ഇപ്പുറത്ത് നിങ്ങൾ ചെയ്ത പോലെ തന്നെ എല്ലാം കറക്റ്റ് ആയിരിക്കണം. അവിടെ താക്കോല് വെക്കേണ്ടടുത്ത് വെക്കണം, ഓസ്തി വെക്കേണ്ടടുത്ത് വെക്കണം, വീഞ്ഞ്, അതൊക്കെ അതിലൊക്കെ പെർഫെക്ഷൻ. അപ്പം അതിനെന്തായാലും കുറഞ്ഞ് ചപ്പ പറയും. അന്ന് വൈകുന്നേരം വിളിക്കും, ഇന്നെന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു സോറി. ആ സോറി പറഞ്ഞ കേസ് കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. അത് എത്ര വലിയ തെറ്റ് പറ്റിയാലും അച്ഛാ സോറി, ഇങ്ങനെ അബദ്ധം പറ്റി, സാറിനുള്ള പൊട്ടപ്പെട്ടെന്ന് പറയും. അത് വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. അത് തെറ്റ് പറ്റി വഴക്ക് വരെയല്ല, സാറിനുള്ള പൊട്ടപ്പെട്ടെന്ന് പറയും. അത് പറഞ്ഞാൽ മതി. പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് വിഷമാവും. ഒളിച്ചു വെച്ചു മറിച്ചിട്ട് അത്ര. അതുകൊണ്ട് സെമിനാരിൽ പോകുമ്പോൾ തമാശ ഉണ്ടായേക്കണം. ഞങ്ങൾക്ക് 2 സെമിനാരിക്കും എൻട്രൻസ് പരീക്ഷ എഴുതണം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു പരീക്ഷ മതി എന്നോ. ഒരു പരീക്ഷ മതി, ആലുവയിലേക്ക് മാത്രം മതി. അച്ഛനോടോ എന്താ 2 എഴുതിയാലേ? അത് വേണ്ട അച്ഛാ, എനിക്കിത് മതി എന്നോ. ഇവിടെ തന്നെ അത് തോറ്റാൽ തൻ്റെ വൊക്കേഷൻ പോലുണ്ടോ ചോദിച്ചു. ആ പരീക്ഷ തോറ്റാൽ എൻ്റെ ഇവിടെ സെമിനാരിൽ ആരും ജയിക്കില്ല അച്ഛാ, ഞാൻ തോറ്റ പിന്നെ ആരും ജയിക്കില്ല. പരീക്ഷ കഴിഞ്ഞ പറഞ്ഞു, താൻ എങ്ങനെയുള്ള ഇത്ര ധൈര്യത്തിൽ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛാ. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത്രയും പറഞ്ഞില്ലേ, എൻ്റെ പട്ടത്തിന് പുത്തൻ കുർബാനയ്ക്ക് അച്ഛൻ പ്രസംഗം പറയണമെന്നു അന്ന് പറഞ്ഞു വെച്ചാൽ പറയണോ എന്ന്. പുള്ളി വന്ന് പുത്തൻ കുർബാനയ്ക്ക് പ്രസംഗം അത്ര ഇഷ്ടം. അങ്ങനെ സ്നേഹിച്ച് വളർത്തിയില്ല, അല്ല ശിക്ഷിച്ചിട്ടല്ല, ശാസിച്ചിട്ട് വഴക്കൊണ്ടെന്നല്ല. പിന്നെ പഠിക്കുന്നവരൊക്കെ എന്നും പ്രോത്സാഹിപ്പിക്കും. വളരെ അങ്ങനെ പഠിക്കും. സെമിനാരി പിന്നെ മംഗലപ്പുഴ ചെന്നിട്ടും എനിക്ക് സെമിനാരിൻ്റെ എല്ലാ അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു. ഒരാൾ സാഹിബ്മാരല്ലേ, ഒരാൾ കൊച്ച 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 കൊച്ചാണ് വതക്കേത്ത വട ഡി പറയാ വതക്കേത്തല വടക്കേത. അങ്ങനെ സെമിനാരിൽ തന്നെ ഏൽപ്പിക്കാവുന്ന എല്ലാ പൊസിഷനും ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മേഖല എനിക്ക്. അപ്പോൾ തൃശ്ശൂർക്കാർ പ്രത്യേക താല്പര്യ സാഹിബ് അച്ഛന്മാർക്ക്. ഒരു സത്യസന്ധന്മാരാണ്, മാന്യന്മാരാണ്. അതുകൊണ്ട് അപ്പം എനിക്ക് ഒരുപാട് എന്നെ എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. സെമിനാരി ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വഴക്കത്തുകൊണ്ട് സാധനം എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക, പെർഫെക്ഷനിൽ ചെയ്യുക. അത് ഇവിടുന്ന് കിട്ടിയ ട്രെയിനിങ് ആണ്. അവിടെ കൊണ്ട് അവർക്ക് ഏൽപ്പിക്കാൻ ഒരു മടിയില്ല. എന്നെ എല്ലാ കാര്യം ഏൽപ്പിക്കും. അത് സ്പോർട്സിലായാലും കലാകാര്യങ്ങളായാലും പഠന കാര്യങ്ങളായാലും. ഇപ്പം ഒരു സെമിനാരി മാഗസീൻ ഉണ്ട് കാരിത്താസ്, എന്നെ ചീഫ് എഡിറ്ററായിട്ട് വെച്ചിരുന്നത്. അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നറിയാം. അതെനിക്ക് പിന്നിൽ ഒരുപാട് ഉപകാരം ഉണ്ടായി. ഞാൻ പിന്നെ ജേർണലിസം പഠിച്ചു. അങ്ങനെ ഒരുപാട് പഠിക്കാൻ അവസരം കിട്ടും. അത് പഠിച്ചോണ്ട് അങ്ങനെ ഞാൻ സെമിനാരിൽ പോരുമ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. 10 വർഷം കഴിയുമ്പോൾ റിഫ്രഷ് ആവാനായിട്ട് പഠിക്കണം. കോളേജിൽ പോയി ഡിഗ്രിയൊക്കെ വേണം. 10 വർഷം കഴിഞ്ഞ് ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തു ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ വെച്ചപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ കിട്ടിയില്ല. ഒരുപാട് അപ്ലിക്കേഷനാണ്. ഇംഗ്ലീഷ് പെട്ടെന്ന് സെലക്ട് ചെയ്തു. ഞാൻ അടുത്ത 2 വർഷം കൊണ്ട് പരീക്ഷ എഴുതി പാസ്സായി പോന്നു. ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി പോയപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചേ, ഇതില് ഞാൻ പറഞ്ഞടാ 10ാം ക്ലാസ് തോറ്റവർക്ക് പരീക്ഷ എഴുതാം, ഡിഗ്രി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, അവന് ഇത്തിരി വിക്കലാണ് ചോദിച്ചു, അച്ഛാ തോറ്റ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അമ്മ ചോദിച്ചു, ചോദിച്ചു ഈ അമ്മയെ തോറ്റ BA ജയിച്ച് ഫലായില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അത് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ, ഈ പഠിപ്പൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഉടനെ തന്നെ ജേർണലിസ്റ്റ് അവിടെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. യൂണിവേഴ്സിറ്റി അപ്പോൾ ഇത് തന്നെ പഠിച്ചത് ഈ യൂണിവേഴ്സിറ്റി മാറണം. അങ്ങനെ പിന്നെ കാമറ യൂണിവേഴ്സിറ്റി പോയിട്ട് ജനറൽ ലോയിൽ ഡിഗ്രി എടുത്തു, ബാച്ചിലർ ഡിഗ്രി എടുത്തു. അപ്പോഴാണ് പറഞ്ഞു ഇത് മാത്രം പോല ഇനി പഠിക്കാണ്ട. അപ്പം ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചു. അത് പഠിച്ചപ്പോഴേക്കും പറഞ്ഞു DL ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സുകൾ എന്ന് പറഞ്ഞു. അതിൽ ഈ HRD ആ ഇഷ്ടമെന്ന് പറഞ്ഞു. HRD ഡിപ്ലോമ ഇതിൽ HRD ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് HRD എടുത്തു. അപ്പോൾ പിന്നെ എന്നെ അർമേനിയയിൽ ഒരുപാട് ജോലികൾ ലഭിച്ചു തുടങ്ങി. അപ്പം ഞാൻ ഈ പഠിക്കുന്ന അവസരം കുണ്ടോളം ചെയ്താനൊരു താല്പര്യം ഉണ്ടെന്ന് എന്നോട്. എല്ലാവർക്കും അങ്ങനെ താല്പര്യം. ഓരോ ഡിഗ്രി എടുക്കുമ്പോൾ അതിന് പറ്റിയ ജോലി തരാമെന്ന് പറയും. അങ്ങനെ ഓരോ ഡിഗ്രി കഴിയുമ്പോൾ പുള്ളിങ്ങനെ പടിപടിയായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടു. അങ്ങനെ തന്നെ ആദ്യം പള്ളിയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഓർഫനേജ് ഡയറക്ടർ കോംപ്ലക്സ് ഉണ്ട്, സെൻറ്റ് മേരീസ് ഓർഫനേജ്, ITC, പിന്നെ എന്താ പറയുക ഗാരേജ്, പ്രസ്സൊക്കെ അവിടെ ഉണ്ട്. 2 വർഷം അവിടെ ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞേ നീ ഇതിനും വലിയ അർമേനിയക്ക് എടുത്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചാർജ് കോർപ്പറേറ്റ് മാനേജറായിട്ട് പോയി. ആ കാലത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി കഴിവുണ്ടാവില്ലല്ലോ, അപ്പൊ വയസ്സാവില്ലേ, ചെറുപ്പക്കാരിലെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കാലത്താണ് യൂണിവേഴ്സിറ്റിക്ക് സെനറ്റ് മെമ്പർ ആവാൻ പറ്റും. കാര്യം സെനറ്റ് മെമ്പർ ആയിരുന്നു. ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ പേരില് ഒരു ആനുകൂല്യം കിട്ടി. അതായത് ഈ ഗ്രാജുവേറ്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിന്റെ ഇലക്ഷൻ അത് ജയിച്ച് സെനറ്റ് മെമ്പർ ആയിരുന്നു. അപ്പൊ പിതാവ് ഇങ്ങനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട്, അതാണ് പിതാവിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത. അവനെ വിശ്വസിക്കാൻ പിന്നെ പിതാവിനെ എല്ലാ കാര്യവും ഏൽപ്പിക്കും, പറ്റാത്ത കാര്യമൊക്കെ ഏൽപ്പിക്കും.
അത് എൻ്റെ വീട് അച്ഛൻ നല്ലൊരു സ്കോളർ ആയിരുന്നു എന്നുള്ളതാണ്. പിതാവ് പള്ളി പണിയാനൊക്കെ ഇങ്ങനെ തടസ്സമുള്ള സ്ഥലങ്ങളുണ്ടാവില്ല. ഒരു പള്ളിയിലെ 3-4 അച്ഛന്മാരെയും തട്ടി മാറ്റവർ. അപ്പം എന്നെ വിളിച്ച മോനെ എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമെന്ന് വെച്ചു. അവനെ പിതാവ് എന്തോരം ചെയ്യാണ്, അവിടെ പള്ളി പണിയാണ് നമുക്ക്, പാവങ്ങളാണ്, പണക്കാർക്ക് ആ പള്ളി വേണ്ട, പക്ഷെ അവിടെ പള്ളി വേണം അച്ഛാ. ഞാൻ പറഞ്ഞു ഞാൻ പണിയാ 6 മാസം സമയം തന്നായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും കണ്ട്, എല്ലാവരും പ്രത്യേകത എവിടെ ചെന്നാലും എല്ലാവരും കണ്ട് വിസിറ്റ് ചെയ്ത് നേരിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചറിഞ്ഞ് വീട്ടിൽ പോയി തന്നെ എല്ലാവരും നേരിട്ട് പോയിട്ട്. അപ്പോൾ ഞാൻ ഈ 10 മാസം കൊണ്ട് പള്ളി പണിതു. ആ പുള്ളി ചോദിച്ചു എങ്ങനെ പണിതു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പറയില്ല നമുക്ക്, അത് നമ്മളെ പ്രൈവറ്റ് സീക്രസി അല്ല. പുള്ളിയാണ് മിടുക്കെന്നാണ്. ഉടനെ എന്നോട് പറഞ്ഞേ ഞങ്ങളുടെ പ്രോജക്റ്റ് കഴിഞ്ഞാൽ അച്ഛൻ ഉടനെ സ്ഥലം മാറ്റാന്ന് പറഞ്ഞു. പള്ളി പണിത് വഴിക്ക് പുള്ളി പറഞ്ഞു എൻ്റെ ആവശ്യം കഴിഞ്ഞു വെച്ചാൽ പിന്നെ അച്ഛനെ എനിക്ക് വേറെ സ്ഥലത്ത് ആവശ്യമാണ്. ഉടനെയാണ് ഓർഫനേജ് എടുത്ത് വെക്കുന്നത്. ഇതിന്റെ പേരിൽ പുള്ളി എനിക്ക് വലിയ അംഗീകാരം തന്നാണ് ശരിക്കും പറഞ്ഞാൽ, മിടുക്കനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുപോയത് എനിക്ക് കിട്ടാവുന്ന അച്ഛൻ്റെ ഒരു വിനയം കൊണ്ടാണ് പിതാവിന് ഒരു ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. കാരണം ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആയിരുന്നു, ഒരു സകലകലാവല്ലഭനായിരുന്നു. അല്ല എനിക്കതിന്റെ പിതാവ് അത് ഓരോരോ പൊസിഷനിൽ ഓരോ ഡിഗ്രി കഴിയുമ്പോൾ അതിന് പറ്റിയ ജോലി. അപ്പം ഞാൻ അടുത്ത കോഴ്സ് പറഞ്ഞു പഠിക്കും അതിനെ പറ്റിയ ജോലി അങ്ങനെ മാറി മാറി ഇങ്ങനെ എടുത്ത് കൊണ്ടുവച്ച്. പിന്നെ എനിക്കൊരു സപ്പോർട്ടിന് എൻ്റെ ചേട്ടൻ അന്ന് ADM ആയിരുന്നു, തൃശ്ശൂർ കളക്ടറുടെ അടുത്ത പൊസിഷൻ്റെ ADM. അപ്പോൾ ചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എനിക്ക് അപ്പോൾ എനിക്ക് ഡിപ്പാർട്ട്മെന്റിന് വലിയ സഹായമായിരുന്നു. ഏത് ഓഫീസിലും ജോർജ് സാറിന് പ്രധാന പറയാം, അല്ല എൻ്റെ പേരല്ല പറയാം. ജോർജ് സാറിന് പറഞ്ഞു ഫയലൊക്കെ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ആ 4-5 വർഷം 6 വർഷം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വഴിക്കും എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അതൊരു തന്നെ വലിയൊരു ഇതായിരുന്നു. ബിഷപ്പും പറയും എന്നോട് പറയാം, ജോർജിനോട് പറയട്ടോ അച്ഛന്മാരുടെയും പള്ളിത്തെ എല്ലാ കാര്യം ചേട്ടനാണെങ്കിൽ എല്ലാ ഫയലും ഇറങ്ങിപ്പോരുമ്പോൾ തീർത്തിട്ട് പോകുന്നില്ല. സിംതേരിയല്ലേ ഏറ്റവും വലിയ പ്രശ്നം. സിംതേരികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങാണ്. ചിലവൻ അവസാനത്തെ സിംതേരികളൊക്കെ അനുഭവം കൊടുത്തിട്ട് ഇറങ്ങിപ്പോലെ. എൻ്റെ പേര് ഇനി കാലത്ത് ബാക്കി വരരുന്നുണ്ട്. അതൊരു വലിയ ദൈവാനുഗ്രഹം. പള്ളിക്കാർക്കൊക്കെ ഇഷ്ടം ജോറേട്ട അവിടെ ഇന്നാണ് കയറി ചെല്ലാൻ. അപ്പൊ അത് എനിക്ക് സപ്പോർട്ടായിരുന്നു. ജോർജ് സാറിന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് എൻ്റെ ആനുകൂല്യം എല്ലാ വ്യത്യാസം പറയുന്നില്ല. ജോർജ് സാറിന് പറഞ്ഞ എൻ്റെ പേരല്ല പറയും, ജോർജ് സാറിന് പറഞ്ഞ വലിയ സന്തോഷമായിരുന്നു. അച്ഛാ ഈ സെമിനാരി കാലഘട്ടം മുതലേ നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അച്ഛനെ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ചെറിയ പ്രായത്തിൽ തന്നെ കോർപ്പറേറ്റ് മാനേജർ. അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് അച്ഛൻ്റെ ഇടവകയിലെ പാസ്റ്റർ സർവീസിനെ കുറിച്ചാണ്. ആദ്യം 3 പള്ളികളിലെ അസിസ്റ്റന്റായിട്ട് വേലൂര്, കണ്ടശങ്കടവ്, കൊല്ലൂര്. ഈ കണ്ടശങ്കടത്തിൽ എനിക്ക് 2 വർഷം കിട്ടി അസിസ്റ്റന്റായിട്ട്. ഇപ്പൊ 2 വികാരിച്ചമാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ 2 പേരുടെയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യം ചെയ്ത് വലുതായി. എൻ്റെ ഏറ്റവും പഠിക്കാൻ പറ്റിയ കലാതായിരുന്നു മിനിസ്ട്രിയില്. കണ്ടശങ്കടം എന്ന് പറഞ്ഞാൽ നല്ല പാരിഷാണ്. അതുപോലെ തന്നെ നല്ല പ്രോത്സാഹിപ്പിക്കും, എന്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ. വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ ത്വരിതര പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് പാടുന്ന ആളായതുകൊണ്ട് അവര് പള്ളിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അച്ഛന് പാട്ട് പാടണം പറയും. എല്ലാ പരിപാടിയും ഓർക്കസ്ട്രയിൽ. അപ്പൊ സെമിനാറിൽ കൊയർ മാസ്റ്റർ ആയിരുന്നു. വേണ്ട ഇപ്പൊ പാടില്ല, സ്വരം അത്ര നല്ല. സെമിനാറൊക്കെ നല്ല കലാപരമായിട്ട് പാടുന്ന ആളായിരുന്നു. അപ്പോൾ ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകത വെച്ചാൽ ഞാൻ എല്ലാ പള്ളിയിലും എൻ്റെ ഏറ്റവും വലിയ ക്രേസ് ഹൗസ് വിസിറ്റിംഗ് ആണ്. അതിന് ഇവരെ കയ്യിലെടുക്കാൻ പറ്റുള്ളല്ലോ, നമ്മളിവിടെ ഇരുന്ന് അവരവിടെ ഇരിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 കൊല്ലം കണ്ടശങ്കടി ഇരുന്നപ്പോൾ അവർ പ്രത്യേകത വെച്ചാൽ അവർ പ്രോത്സാഹിപ്പിക്കുന്ന ആളെ എന്ത് നല്ല കാര്യത്തിൽ പ്രോത്സാഹിച്ചു. നമ്മളൊരു 500 സംഭാവന ചോദിച്ചവർ 500 എന്താ വെച്ചാൽ 2000 റുപ്യ പിടിച്ചോന്നു. അങ്ങനെ നല്ല അതാണ് പ്രത്യേകത, വേറൊരുത്തരും പറയില്ല. അത് ഇപ്പം പിരിവൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അത് പിന്നെ പറയാന്ന് പറയുള്ളൂ, പിന്നെ പറയാന്ന് പറയും ചോദിച്ചു. അപ്പോൾ കിട്ടില്ല. ഇത് എങ്ങനെയാ വെച്ചാൽ അവർ പറയും 500 ചോദിച്ചപ്പോൾ 500 എന്താ വെച്ചാൽ 2000 റുപ്യ പിടിച്ചോന്നു. അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ എന്ത് കാര്യത്തിലും എൻ്റെ ഒപ്പം നിന്ന് 2 വർഷം എനിക്കത് മറക്കാൻ പറ്റാത്ത കാലം. അത് കണ്ട് തന്നെ ആദ്യം വികാരി വന്നത് പുതുരുത്തി പള്ളിയിലാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഷെഡ് പോലത്തെ പള്ളി. അപ്പോൾ പിതാവ് എന്നെ പറഞ്ഞു വിട്ടു, പിന്നെ വീട്ടിൽ പള്ളി പണിയാനാണ് കേട്ടോ. ആ ശരിയെന്ന് പറഞ്ഞു. 1 കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ പള്ളി പണിത്. അവിടെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ തന്നെ പണിയെടുക്കാം. കല്ലുമണ്ണ് നമ്മൾ തന്നെ ചുവക്കുക, നമ്മൾ തന്നെ എല്ലാവരും ഇടവക്കാര് ഒരു 17-20 പണിയോളം ഒരു വീട്ടുകാർക്ക് പണിയേണ്ടി വന്നിട്ടുണ്ട്. അവർ പോയി അതിങ്ങനെ ടൈം വിളിച്ചിട്ടാണ്. അപ്പം ഞാനും കല്ല് ചോന്നും മണ്ണ് ചോദിച്ചു. അന്ന് ഈ അടിയന്തരാവസ്ഥക്കാരുണ്ട്, ഈ INTUC-കാർ സമരം ചെയ്തു, ലോൺ ഇറക്കാൻ പറ്റില്ല, ഞങ്ങൾ വേണമെന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫോൺ ഞങ്ങൾക്ക് അറിയാം, അച്ഛനും പാട്ടൊരു കട ഇറക്കാതെ. അപ്പം ഞാൻ ഒരു തിരക്കുന്ന ഇറക്കും, അവർ തിരക്ക് അങ്ങനെ
ബോർഡർ മാത്രമേ എനിക്ക് പറ്റില്ല, വലിയ ബോർഡർ വരണം. മറ്റൊക്കെ പിടിച്ചിറക്കാൻ പറ്റും, മണലും സിമെന്റും വിഷമം. അതിന് കുട്ടികളവിടൊക്കെ എല്ലാവരും അങ്ങനെ അവരുടെ കൂട്ടുത്തരവാദിത്തം തന്നെ പണിതിരിക്കുക. ആ പള്ളി ഒരു ഇടി വെട്ടിയാലും ഒന്നും പോയില്ല, ഒന്നും സംഭവിക്കില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് പള്ളി. അത് കഴിഞ്ഞ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മണലൊരു ഈ പിതാവ് പറഞ്ഞ ചലഞ്ച് തന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായിട്ടൊന്നല്ല, എളുപ്പമല്ലേ, ഒരു ആയുസ് മുഴുവൻ പണയം വെക്കുന്നു പള്ളി പണിയൊക്കെ. അപ്പോൾ ഇതാ പറഞ്ഞത് എൻ്റെ പ്രസ്റ്റേജ് വിഷയമാണോ, അവൻ ഒന്നും നോക്കണ്ട ഞാൻ ചെയ്തോളാം. അങ്ങനെ ഒരു പള്ളി പണിത് ആ പള്ളി എൻ്റെ വേറെ പള്ളിയാക്കി തിരിച്ചു. അവിടേക്കൊരു പടിഞ്ഞാറ് വെസ്റ്റ് പണിഞ്ഞുണ്ടാക്കി, ഇത് തള്ളപ്പള്ളിയായിരുന്നു. അപ്പോഴാണ് എന്നെ ഈ പള്ളിപ്പണിയുടെ പേരിലാണ് എന്നെ പിന്നെ ഓർഫനേജിലേക്ക് എടുക്കുന്നത്. ഓർഫനേജിന് ആദ്യം തന്നെ അതൊരു കോംപ്ലക്സ് ആണ്, അതിൽ കുറേ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഉണ്ട്. അതിൻ്റെ 2 വർഷത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് തീരേണ്ടതല്ല അച്ഛൻ കൂടെ അരമനയ്ക്ക് വരാം, അങ്ങനെ അരമനയ്ക്ക് കോർപ്പറേറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ പള്ളി ഇല്ലാത്തൊരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞു. അതായത് എത്ര വലിയ ഇൻഡസ്ട്രി ആയാലും പള്ളി ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ മിനിസ്ട്രിക്ക്. അപ്പോൾ തന്നെ മതിയാവുന്ന തരാമെന്ന്. പുതിയ പള്ളി ഒന്നും ചെയ്തിട്ടില്ല, ഒരു മേഞ്ഞിട്ടിട്ടുള്ളൂ, അടി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, മതിയാവട്ടെ എന്നാണ്. അപ്പോൾ അവിടെ ഒന്നും സ്കൂളില്ല, സിംതേരി ഇല്ല, വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ 6 വർഷം കൊണ്ട് അവിടെ എല്ലാം ചെയ്തെങ്കിൽ ആദ്യം ഒരു ടൈം ടേബിൾ ഇവർക്ക് കൊടുത്തു, ക്വസ്റ്റ്യൻ കൊടുത്തു. ഞാൻ അടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യണം 1, 2, 3, 4 പറയാൻ പറ്റില്ലാണ്. അവർ പറഞ്ഞതനുസരിച്ച് തന്നെ ആദ്യം കാറ്റഗിസ്റ്റ് ഒരു സ്കൂൾ പോകണം. സ്കൂൾ ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെയൊക്കെ പറഞ്ഞാൽ അത് അവസാനം ചെറിയ ഇങ്ങനെ കൂരാപ്പേർ പറ്റില്ല, അതിനും എനിക്കത് മതി. പിന്നത്തെ കൊല്ലം സിംതേരി പണിതു. പിന്നത്തെ കൊല്ലം എന്താ പറയുക, അതിനപ്പുറത്തൊരു പ്രോജക്റ്റ് വന്നു, പള്ളിയുടെ ഫിനിഷിംഗ് വർക്ക്, എന്താ പറയുക, ടൈൽസ് വർക്ക്, അതുപോലെ തന്നെ പിന്നെയാണ് ഓരോ ഡെവലപ്മെൻറ്റ്സ് വന്നത്. അപ്പോൾ ഈ ഓരോ കൊല്ലം ഇവർ തന്ന പ്രോജക്റ്റ് അനുസരിച്ച്, അവർ തന്ന ഇതനുസരിച്ച് പ്രയോറിറ്റീസ് നിശ്ചയിച്ച് മുൻഗണന അവരുടെ ആവശ്യങ്ങൾ 6 വർഷം കൊണ്ട് എല്ലാം നിറവേറ്റും. അതാണ് അതൊരു വലിയൊരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടവക്കാരുടെ ഒരു പ്രയോറിറ്റിയാണ് തൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത് അവരൊന്ന് എഴുതി വാങ്ങിച്ചു, ഇതൊക്കെയാണ് അവർ സോർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്ത് 6 വർഷം കൊണ്ട് ചെയ്യാൻ പരമാവധി ചെയ്ത് അവിടുന്ന്. പിന്നെ ഇതിലൊരു സംശയം, ഇപ്പം ഈ പല പ്രോജക്റ്റുകൾ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്നോട് പറഞ്ഞത് ഒരു വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. ഈ വിശ്വാസ പരിശീലനത്തെ ഇവിടെ അത് പണിതു. അതെ, അച്ഛൻ അത്ര ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാതിരുന്നിട്ടില്ല ഒരു കൊല്ലവും ഒരു പള്ളിയിലും. എല്ലാം ഞാൻ കാറ്റഗിസം പഠിപ്പിക്കും. വികാരിയച്ഛനായിരുന്നു എല്ലാം. ഇത്രയും വലിയൊരു പള്ളി അല്ലെങ്കിൽ പറപ്പൂര് പള്ളി എല്ലാ പള്ളിയിലും ഞാൻ അത് ടൈം കണ്ടെത്തും. ഫുൾ ടൈമറായിട്ട് ക്ലാസ് മുടക്കാറില്ല ഒരിക്കലും. ഇതെന്താണേലും പ്രേക്ഷകരെ, ഇത് നമുക്ക് പുതിയൊരു അനുഭവമാണ്. കാരണം ഞാനും ഒരു കാറ്റഗിസം ടീച്ചറാണ്. പക്ഷേ അവിടെ വരുന്ന വികാരിയച്ഛന്മാരോ അല്ലെങ്കിൽ കൊച്ചച്ഛന്മാരോ ഡയറക്ടേഴ്സായിട്ടുണ്ട് അവർ കൊച്ചച്ഛന്മാർ. എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഗൈഡ് ചെയ്യും. പക്ഷേ അവരെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് കണ്ടിട്ടില്ല. അസംബ്ലിക്ക് വരുമ്പോൾ ആദ്യത്തെ ടീച്ചർ ഞാനായിരുന്നു. അസംബ്ലിയിൽ ആദ്യത്തെ ടീച്ചർ ഞാനായിരുന്നു. ആദ്യത്തെ ടീച്ചർ എന്ന് മാത്രമല്ല ഇരുന്ന പള്ളിയിലെല്ലാം അപ്പൊ എല്ലാവരും ടൈമിൽ എത്തേ. അച്ഛനോട് പിന്നെ ആരും എത്തും. അച്ഛനിൽ അവർ തോന്നുമ്പോഴല്ലേ വരാം, ഇഷ്ടം പോലെയല്ലേ വരാം. അച്ഛനുണ്ട്, അച്ഛൻ ആദ്യം എത്തുമ്പോൾ അവരെല്ലാവരും ഒപ്പം ഉണ്ടാവും. അപ്പൊ ഇതിന് സമയം കിട്ടും? അത് ഉണ്ടാക്കണ സമയം ഞാൻ ഉണ്ടാക്കും. നമ്മളന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടറിഞ്ഞ് ഒന്നുമില്ലായിരുന്നു നമ്മുടെ. അപ്പം പ്രതിനിധിയോഗം ഉണ്ടാവും, മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും കാറ്റഗിസത്തിന് ഒരു മുടക്ക് വരുത്താതെ ആ 9:15 അവിടെ ഉണ്ടാവും. അത് ഈ എല്ലാ വലിയ പള്ളികളായിട്ട് മുടക്കിയിട്ടില്ല. 2001 തൊട്ട് ACC മാത്രം പഠിപ്പിച്ചിരുന്നു. 23 റിട്ടയർ ചെയ്യുന്നവർ. എനിക്ക് ഒരു നല്ല ശിഷ്യസമ്പത്ത് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ശിഷ്യസമ്പത്ത്. ACC-കാർ ഡിഗ്രിക്കാരെ മിക്കവാറൊക്കെ അവർ ഇന്നും ആ കൂട്ടായ്മപ്പെട്ട് ACC ഗ്രൂപ്പ് എന്താ പറയുക, എന്താ പറയുക, വാട്സപ്പ് ഉണ്ട് ACC-കാർ. അവരൊക്കെ ഇന്നും കോൺടാക്ട് പോയ പിള്ളേര് തന്നെ അല്ലേ, അവരുടെ ആവശ്യങ്ങളൊക്കെ എന്നെ അറിയിക്കും. ഞാൻ പറ്റാവുന്നൊക്കെ ACC ഈ അവസാനത്തെ 22 ACC പഠിപ്പിച്ചത്. ബാക്കി 7, 8, 10 ഒക്കെ പഠിച്ചിട്ടുണ്ടോ. ഒരു പറപ്പൂര് വരെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ +2 ഒക്കെ വന്ന് പിന്നെ ACC പിന്നെ അതുവരെ 10ാം ക്ലാസ് വരെ മാക്സിമം അല്ലെങ്കിൽ 8, 9 ഒക്കെ എല്ലാ ക്ലാസ്സും പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർമാർക്ക് ക്വസ്റ്റൻ ഉണ്ടാവണമെങ്കിൽ എല്ലാ ക്ലാസ്സും പഠിപ്പിച്ചു. അല്ല, മറ്റൊരു പുതുമയുള്ള കാര്യം പഠിപ്പിക്കുക മാത്രമല്ല അവരെ വീണ്ടും അല്ലെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. നമുക്ക് എവിടെ എൻ്റെ കുട്ടിയാന്ന് നമുക്ക് പറയാം, അവർക്ക് വരാച്ചാന്ന് കൂടി വരും. അതിന് വലിയ കാറ്റഗിസം നമുക്ക് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള മേഖലയാണ്. അത് പ്രസംഗവും അതുപോലെ തന്നെ എല്ലാ ദിവസവും പുതിയ പ്രസംഗം പറയും. ഞാൻ ഈ ഒരു നടത്തറ പള്ളിയിൽ നിന്ന് പോരുമ്പോഴേ ഒരു പ്രത്യേകത ഉണ്ടായത്, എനിക്ക് ഒരു ചേച്ചി ഒരു സമ്മാനം തന്നു. സമ്മാനം എന്തായിരുന്നു അറിയോ? 36 മാസം ഞാൻ എഴുതി എഡിറ്റോറിയൽ ഒരു പുസ്തകം എടുത്തത്. 100 റിപ്പറ്റീഷൻ ഇല്ല. ഞാൻ തന്നെ അതിശയിച്ചു.
അതിനെ റെക്കോർഡ് ചെയ്തു, എന്ത് ചെയ്തു? അല്ല, അത് ഞാൻ ഇത് എഡിറ്റോറിയൽ ഉണ്ടല്ലോ, ഈ ചേച്ചി അത് പകർത്തിയത് എനിക്ക് തന്നു. ഒരു പുസ്തകത്തിൽ ഒരു മാസവും വേറെ റിപ്പറ്റീഷനിലാണ്. ഇപ്പോൾ കൊന്തമാസം ആയാലും ക്രിസ്മസ് ആയാലും കഴിഞ്ഞാലും പറഞ്ഞെന്നെ പറയാൻ നമുക്ക് അത് പറഞ്ഞിട്ട് ഒരിക്കലും 3 വർഷത്തിലെ ഒരു പരിപാടി റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇന്നും അങ്ങനെ എൻ്റെ പ്രസംഗം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ഇന്ന് എഴുതിയ പ്രസംഗം ചീന്തിക്കളെ. അത് വേറെ പ്രസംഗം പറയാൻ വേണ്ടിയിട്ടാ, ഒരുങ്ങാൻ വേണ്ടിയിട്ടാ. അടുത്ത ആഴ്ചയുള്ള പ്രസംഗം ഒരാഴ്ച മുമ്പ് ഒരുങ്ങി തുടങ്ങും. കാറ്റഗിസം എൻ്റെ ഒരു വലിയ ക്രൈസാണ് കാറ്റഗിസം. അത് ആ ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഇങ്ങനെ വളർത്തുന്നറിയോ, അവർക്കൊരു പ്രോജക്റ്റ് കൊടുക്കുക. അതായത് ഈ കൊല്ലത്തിലെ എല്ലാ അസംബ്ലിയിലും ഒരാൾ 3 മിനിറ്റ് പ്രസംഗം പറയണം ടീച്ചേഴ്സിന്. അപ്പം അവർക്ക് അതൊരു ഇതായി അവരെ എംപവർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരതിനു വേണ്ടി ഒരുങ്ങും. ഒരു 3 പ്രസംഗത്തിന് ഒരാഴ്ചയിൽ ഒരുങ്ങേണ്ടി വരും. അതിൽ ഏറ്റവും നല്ല പ്രസംഗത്തിന് ഒരു അവാർഡൊക്കെ കൊടുക്കും. അപ്പൊ അവരാണെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിലെടുക്കാൻ വേണ്ടിയതല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ ടീച്ചേഴ്സും ഇപ്പോഴും ഓർക്കും. അവരെന്തും നല്ല മെത്തേഡാണ്. ടീച്ചേഴ്സിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ എന്ത് വേണം ചെയ്യുകയും ചെയ്യും. പ്രത്യേകത. അപ്പൊ അവരെങ്ങനെ ഈ പ്രോത്സാഹനം പ്രസംഗം അവര് പ്രസംഗത്തിൽ ഒരുങ്ങുന്ന അവരും നമ്മളെ പോലെ ഒരുങ്ങും. വെറുതെ കണ്ണി കണ്ടെന്ന് പറയല്ല, ഒരു ഒരുങ്ങി നല്ല ടിപ്പ് ടോപ്പായിട്ട് പ്രസംഗം പറയും. അത് രസകളെ. ഞാൻ ഈ അവസാനം ഒരു 4 മാസം പള്ളി ലീവ് വേക്കൻസിയിൽ പോയിരുന്നു. അവിടെ ഇത് കൊടുത്തു. അപ്പൊ അവർക്ക് ആദ്യം അത് എങ്ങനെയും ഞങ്ങൾ പറയണം. അപ്പൊ അവര് പറഞ്ഞു പിന്നെ മാക്സിമം ഓരോരുത്തർ നന്നായിട്ട് പറയും. എനിക്കൊരു കൊല്ലം പൂർത്തിയാക്കാത്ത സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. അവര് പറഞ്ഞു പിടിക്കത്തി ഇളവിടുക്കുമാരായി. എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഒരു പാസ്റ്റർ സർവീസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അച്ഛൻ തന്നെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത്. ഞാനിങ്ങനെ ഇതിൽ കണ്ട ഒരു പ്രത്യേകത, ഞാൻ ഈ ആളുകളെ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ എങ്ങനെ ക്രിസ്തുവിലേക്ക് യേശുവിലേക്ക് കൊണ്ടുവരാൻ അതാണ് എൻ്റെ മോട്ടീവായിരുന്നു. 2 വാക്കാണ് ചുരുക്കം പറഞ്ഞത്, ഗ്യാദർ ആൻഡ് ഓഫർ. അതായത് ഇവരെ ഇങ്ങനെ കണ്ട് പിടിച്ച് എല്ലാവരും ആൾക്കാരേക്ക് കൊണ്ടുവരാൻ. ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിയാണ് എല്ലാവരും ആൾക്കാരിൽ കൊണ്ടൊരു വഴി അന്വേഷിച്ചാണ് അവസാനം ബർത്ത്ഡേ മാസം ഫാമിലി മാസമായിട്ട് ഞാനത് രൂപപ്പെടുത്തി. ബർത്ത്ഡേ മാസം ഫാമിലി മാസം എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ടാവല്ലോ, ആ പേര് പറഞ്ഞ് ഇവർ വരാതിരിക്കില്ല എന്നറിയാം. അങ്ങനെ ഇവരെല്ലാവരും നേരത്തെ ഇവരെ കണ്ടുപിടിച്ച് അവരുടെ പേരുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് ഡിസംബർ 31 കൊടുക്കണം. അടുത്ത വർഷം ജനുവരി 1 തൊട്ട് അടുത്ത ഡിസംബർ 31 വരെ പേരുകൾ ഓരോ ദിവസമായിട്ട് അവർക്കറിയാം. എന്നിട്ട് അവർ പറഞ്ഞ് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് എഴുതി വെക്കണം ബർത്ത്ഡേ, ഇന്ന ബർത്ത്ഡേ എൻ്റെ 28-ാം തീയതി 5-ാം തീയതി 10-ാം തീയതി അവർ എഴുതി വെക്കും. അപ്പോൾ അത് വരുന്നവരൊക്കെ എന്താ ഞങ്ങളുടെ ബർത്ത്ഡേ മാസമാണെന്ന് പറഞ്ഞു. ഫാമിലി മാസം അങ്ങനെ തന്നെ വലിയ നോട്ട്സ് ബോർഡിൽ എഴുതി വെക്കാൻ പറയും. എൻ്റെ ഫാമിലി മാസം ജനുവരി 8-ാം തീയതി ഡിസംബർ 8-ാം തീയതി അങ്ങനെ. അപ്പോൾ അത് ഇടവരെ എല്ലാവർക്കും അറിയാം ഇന്ന് ഇവരുടെ ഫാമിലി മാസമാണ്. ഈ ഫാമിലി മാസത്തിന് വരുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ സാറിൻ്റെ വീട്ടിലെ അപ്പനമ്മയും ചേട്ടനഞ്ചന്മാര് പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞ് അവരെ വരെ ഗ്രൂപ്പ് വന്നിട്ട് ഒരു ശക്തമായിട്ടുള്ളൊരു ഫാമിലി ഗാദറിംഗ് ആയിട്ട് വരാറ് അവര്. അപ്പൊ അതിൽ വന്ന ആൾക്കാരൊക്കെ വായിക്കാൻ അവസരമുണ്ട്. ഇവരെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇന്ന ആളുടെ ഫാമിലി മാസമാണ്, അവർക്ക് അറിയാമല്ലോ, അവരെ പരിചയപ്പെടുത്തി 2 വാക്ക് സ്വാഗതം പറഞ്ഞ് അവരെ കൊണ്ട് തിരിതെളിപ്പിക്കും. തിരിതെളിച്ച് അവർക്ക് അന്ന് വായിക്കാനുള്ള അവസരം കൊടുക്കും, വായിക്കാൻ അവസരം കൊടുക്കും. ഓഫർ പോസ്റ്റ് അവർക്ക് ഇഷ്ടം ചെയ്യാം. അങ്ങനെ അവർ ചെയ്യും, അവരെല്ലാവരും ചെയ്യും, ചെയ്തിരിക്കില്ല. ഈ പട്ടിക്കാട് പള്ളിയിലൊക്കെ ഒരു ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നിട്ട് എല്ലാ സാധനവും അത് ഇന്നൊന്നുമില്ല. അതിലൊരു ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓഫർ പ്രശ്നം വരികയാണ്. അപ്പോൾ ഡോക്ടറും ഭാര്യയാണ്, മകൻ ഡോക്ടറാണ്, മരുമകള് യൂണിവേഴ്സിറ്റി ജോലി, 4 പേരാണ്. ഈ ചേച്ചി ഇങ്ങനെ ഈ പാത്രം പിടിച്ചിട്ട് തട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കില്ല ഇത് മേടിക്കുമ്പോൾ. അപ്പം ചേച്ചി 2ാമതും തട്ടി. അപ്പം ഞാൻ നോക്കി, അപ്പം അതിൽ ഒരു സ്വർണ്ണ നാണയം ചെപ്പിരിക്കുന്നുണ്ടായിരുന്നു. അത് കളയരുതെന്ന് പറയാൻ ചേച്ചി തട്ടിയത്. കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു കോയിനായിരുന്നു, സ്വർണ്ണ നാണയമായിരുന്നു. ഓപ്പർട്ടി പ്രൊസഷൻ. അങ്ങനെ ഇഷ്ടംപോലെ സ്വർണവും വെള്ളിയും കിട്ടാത്ത സാധനം ഒന്നുമില്ല, അരി സാധനങ്ങളൊക്കെ എല്ലാവരും ഇതൊക്കെ സ്റ്റോറിൽ ഇവർ കൈക്കാരന്മാരെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും ഇൻവേർട്ടർ രജിസ്റ്ററിലൊക്കെ എഴുതി വെക്കാം, കൊടുക്കുമ്പോൾ ഔട്ട്വേർഡ് രജിസ്റ്റർ വെക്കാൻ പറയും. അങ്ങനെ അവരോട് പറയും നിങ്ങൾ കൊടുത്തോ, എനിക്ക് ആരെയും ആവശ്യം കൊടുപ്പിക്കും. ഡ്രസ്സായാലും പുസ്തകമായാലും ഒക്കെ അവരെ അപ്പോൾ എഴുതി വെക്കും ഇൻവേർട്ടർ രജിസ്റ്ററിൽ എന്തൊക്കെ കിട്ടിയെന്ന്. അത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്ന ആൾക്ക് ഇത്ര കൊടുത്തു എന്നുകൊണ്ട് എഴുതി, ആരെയും ബോധ്യപ്പെടുത്താനല്ല, എന്ത് ചെയ്തു. പ്രേക്ഷകർക്ക് ഒരു ദൂത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ അച്ഛന് ഈ പറഞ്ഞ ഒരു ബർത്ത്ഡേ മാസ് ആലോചിക്കുകയാണ്. നമ്മുടെയൊക്കെ ഇടവുകളിൽ നമ്മുടെയൊക്കെ വികാരിയച്ഛന്മാർ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ഒരു ഫാമിലി ആയിട്ട് ദൈവത്തിന് മുമ്പിൽ അൾത്താരയുടെ മുമ്പിൽ കാഴ്ചയർപ്പിക്കുക, ബലിയർപ്പിക്കുക,
ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി സന്തോഷത്തോടുകൂടി പോരുന്ന ഒരു ദിനമായിട്ടത് മാറും. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അവരുടെ കുടുംബങ്ങളിൽ തുടങ്ങി വെക്കാവുന്ന വലിയൊരു പ്രോജക്റ്റാണ് അച്ഛൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയത്.